ഖത്തറിൻ്റെ പൈതൃക കാഴ്ചകൾക്ക് നിറം പകരുകയാണ് ഒരു മലയാളി കലാകാരൻ. കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ അസീസ്. അസികല എന്ന പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ രചനകൾ. ഖത്തറിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ മാരിയറ്റ് മാർക്കിസ്, അവിടെയുള്ള കാർപ്പറ്റ് മ്യൂസിയത്തിലെ ഈ മൂലയിലിരുന്ന മലയാളിയായ അസീസ് ഖത്തറിൻ്റെ പൈതൃക കാഴ്ചകൾക്ക് നിറം പകരുകയാണ്. ഖത്തറിലെ പ്രമുഖ സംരംഭകനും പൈതൃക സൂക്ഷിപ്പുകാരനുമായ ഷെയ്ഖ് ഫൈസലിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് വര. ഖത്തർ രാജകുടുംബത്തിലെ പൂർവികരും അവരുടെ ജീവിത രീതികളും കലയുമെല്ലാം ഈ ബ്രഷുകളിൽ പുനർജനിക്കുന്നു. ഒരു എക്സിബിഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഖത്തറിൽ വരുന്നത്. ഞാൻ അങ്ങനെ ഷെയ്ഖിനെ കണ്ടുമുട്ടുകയും ഷെയ്ഖുമായിട്ട് പരിചയപ്പെടുകയും എൻ്റെ ഒരു പെയിൻറ്റിങ് ഷെയ്ഖ് കണ്ടപ്പം അത് ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരന് വേറൊരു പെയിൻറ്റിങ് വരക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് ചെയ്തു കൊടുത്തപ്പം പിന്നെ ജോലിയും സംബന്ധമായിട്ട് എന്നെ ഇതിൽ മ്യൂസിയത്തിൽ അപ്പോയിൻറ്റ് ചെയ്തു. മ്യൂസിയത്തിലെ വർക്ക് കാർപ്പറ്റ് മ്യൂസിയമാണ്, പിന്നെ ഷെയ്ഖ് ഫൈസൽ മ്യൂസിയം ഷാനിയ, അവിടെയുള്ള വർക്കുകളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്യും. ഷെയ്ഖ് ഫൈസലുമായുള്ള പരിചയത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. സിറ്റി സെന്ററിലൂടെയുള്ള പതിവ് നടത്തത്തിനിടയിൽ ഷെയ്ഖ് ഫൈസൽ അസീസിന്റെ ഒരു ചിത്രം കാണാനിടയായി. ആ ചെറിയ ചിത്രത്തിൽ ആകൃഷ്ടനായ ഷെയ്ഖ് ഫൈസൽ അസീസിനെ തൻ്റെ മ്യൂസിയത്തിലെ ചിത്രകാരനാക്കി. ആ ചെറിയ ചിത്രത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അസീസിനെ തൻ്റെ മ്യൂസിയത്തിലെ ചിത്രകാരനാക്കി. അസീസിൻ്റെ ചിത്രങ്ങൾക്കായി ഫൈസൽ മ്യൂസിയത്തിൽ ഒരു ഗ്യാലറി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. സിറ്റി സെൻറ്ററിൽ ഞാൻ ഒരു പീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേറൊരാളെ ഷോപ്പിൽ. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ്സൊക്കെ ഞാൻ അവിടെ സെയിലാക്കും. എൻ്റെ പെയിൻറ്റിങ്സൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ സെയിലാക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ കാണും. വന്ന് നോക്കുന്നവരെ ഒരിക്കലും എൻ്റെ പെയിൻറ്റിങ് കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ഓഫീസിൽ വിളിച്ച് അങ്ങനെ അയാളെ പെയിൻറ്റിങ് ചെയ്തു കൊടുത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞാണ് ഇങ്ങനൊരു ജോബ് തന്നു. അയാളെ ഐഡിയയിൽ വെച്ചിട്ട് അയാളെ പല ചിത്രങ്ങളും സ്കെച്ചിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കെ. അങ്ങനെയാണ് എനിക്കിവിടെ ഒരു സ്പേസ് തന്നു, മ്യൂസിയത്തിലൊരു സ്പേസ് തന്നു ചിത്രങ്ങൾ വരയ്ക്കാനുള്ള. പിന്നെ എൻ്റെ പേഴ്സണൽ ചിത്രങ്ങൾ സെയിൽ ചെയ്യാൻ സിറ്റി സെൻറ്ററിൽ എനിക്കൊരു സ്പേസ്, അവിടെ ഒരു സ്പേസ് തന്നു. ഖത്തർ, ദുബായ്, കുവൈത്ത് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ വരയും പെയിൻറ്റിങ്ങുമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അസീസ് പ്രവാസ ലോകത്തുണ്ട്. കോവിഡിന് തൊട്ടു മുമ്പാണ് ഖത്തറിലേക്കുള്ള രണ്ടാം വരവ്. മ്യൂസിയത്തിൽ മാത്രമല്ല, ഖത്തറിലെ തിരക്കേറിയ മാളുകളിലൊന്നായ സിറ്റി സെൻറ്ററിലും അസീസിൻ്റെ നിറക്കൂട്ടുകൾ കാണാം. ഷെയ്ഖ് ഫൈസലിൻ്റെ ചിന്തകൾ വരച്ചിട്ട ശേഷം അസീസ് ഉച്ചയോടെ ഇവിടെയെത്തും. അവിടെ മെസ്സിയുടെയും അമീറിൻ്റെയും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി സൃഷ്ടികൾ. ഗസയിലെ നിസ്സഹായരായ മനുഷ്യരുടെ വേദനയും ഈ ക്യാൻവാസുകളിൽ കാണാം. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ചിത്രങ്ങൾ കാണാനും വാങ്ങാനുമായി ഇവിടെ ആളുകളെത്തും. ലയണൽ മെസ്സിയെ അമീർ ബിഷ്തണിയിക്കുന്ന പെയിൻറ്റിംഗ് $1000 വരെ നിരക്കിലാണ് വിറ്റുപോയത്. ഇത് ഖത്തറിലത്തെ പണ്ടത്തെ രാജാക്കന്മാരാണ്. ഷെയ്ഖ് അഹമ്മദിൻ്റെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട, അൽത്താനി ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ചിത്രങ്ങൾ. ഈ ചിത്രം ഞാൻ വേറെ ആൾ ചെയ്തൊരു ചിത്രമാണ്, ഞാൻ റീകോപ്പി ചെയ്തതാണ്. അസീസ് ക്യാൻവാസിലേക്ക് നിറങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാൻവാസിൽ ഷെയ്ഖ് ഫൈസലിൻ്റെ ചിന്തകളുണ്ട്, ഖത്തറിൻ്റെ ചരിത്രമുണ്ട്, ഒപ്പം ഒരു പ്രവാസി കലാകാരൻ്റെ സ്വപ്നങ്ങളും.